നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ആരാ ആരാ? എവിടെന്നാ? കൊട്ടാരത്തിന്നാ മുത്തശ്ശി. രുക്മാംഗത മഹാരാജാവിന്റെ കൽപ്പന അനുസരിച്ച് വന്നതാ. മഹാരാജാവിന്റെ കൽപ്പനയോ? മഹാരാജാവിന്റെ എന്ത് കൽപ്പനയാ ഈ അസമയത്ത്? മുത്തശ്ശി, മുടങ്ങാതെ ഏകാദശി വ്രതമെടുത്ത ഒരാളെ തേടി ഇറങ്ങിയതാ ഞങ്ങള്. മുടങ്ങാതെ ഏകാദശി നോറ്റാളെ എന്തിനാ മക്കളെ മഹാരാജാവ് അന്വേഷിക്കുന്നത്? രാജാവും രാജ്യവും ഒക്കെ വലിയ കുഴപ്പത്തിലാ മുത്തശ്ശി. മുടങ്ങാതെ ഏകാദശി വ്രതമെടുത്ത ഒരാളിന് മാത്രമേ രാജാവിനെയും രാജ്യത്തെയും രക്ഷിക്കാനാവൂ. മുത്തശ്ശിയുടെ അറിവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? മക്കളെ, ഈ അമ്പാലിക 8ാമത്തെ വയസ്സ് മുതൽ ഏകാദശി നോയമ്പ് നോറ്റു തുടങ്ങിയതാ. 83 വർഷം. ഈ 83 വർഷവും ഏകാദശി നോയമ്പ് എടുത്തിട്ടുണ്ട്. എങ്കിൽ വരൂ മുത്തശ്ശി, വന്നാട്ടെ. പ്രണാമം മഹാരാജൻ. പ്രണാമം മുത്തശ്ശി. പ്രണാമം. കാര്യങ്ങളൊക്കെ നമ്മുടെ ഭടന്മാർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഉവ്വ മഹാരാജൻ. മുത്തശ്ശി മുടങ്ങാതെ ഏകാദശി നോക്കുന്നുണ്ടോ? ഉണ്ട് മഹാരാജൻ. മുടങ്ങാതെ ഏകാദശി നോക്കുന്നത് കൊണ്ട് പുണ്യമുണ്ടാകണമെന്നില്ല. എനിക്ക് ഏകാദശിയുടെ പുണ്യം കിട്ടിയിട്ടുണ്ടോ എന്നും അറിയില്ല. ഏതായാലും ഞാൻ ഈ വ്യോമരഥത്തിൽ ഒന്ന് സ്പർശിക്കാം. എന്റെ വ്രതാനുഷ്ഠാനം പുണ്യമുള്ളതാണെങ്കിൽ ഇത് വീണ്ടും ഉയർന്നു പറക്കും. അങ്ങനെ പറക്കുന്നില്ലെങ്കിൽ എന്റെ വ്രതാനുഷ്ഠാനം പുണ്യമോ ഗുണമോ ഇല്ലാത്തതാണെന്ന് എനിക്കും അങ്ങയ്ക്കും മനസ്സിലാകും. നമുക്ക് എല്ലാം ശുഭമായി കലാശിക്കും എന്ന് വിശ്വസിക്കാം. മുത്തശ്ശി വരൂ, വന്നീ ശകടത്തിലൊന്ന് സ്പർശിക്കും. വരൂ. ഭഗവാനെ, നാരായണ, അവിടുത്തെ അനുഗ്രഹം ഉണ്ടായിരിക്കണേ. നാരായണ നാരായണ. സമാധാനായി. ഒരു ജീവിതകാലം മുഴുവൻ ഏകാദശി വ്രതം അനുഷ്ഠിച്ചത് വൃഥാവിലായില്ലെന്ന് ഇപ്പൊ ബോധ്യമായി. ഒരു വ്രതാനുഷ്ഠാനവും വൃഥാവിലാവില്ല മുത്തശ്ശി. വ്യവസ്ഥാവിധികൾ പിന്തുടർന്നുകൊണ്ട് ഏതു വ്രതം അനുഷ്ഠിച്ചാലും അത് ഫലവത്തായിരിക്കും. നന്ദി മഹാരാജൻ. മുത്തശ്ശി, ഞങ്ങളുടെ ജീവിതം തകരാതെ കാത്തത് മുത്തശ്ശിയുടെ ഈ വ്രതാനുഷ്ഠാനമാണ്. മുത്തശ്ശിക്ക് ഞങ്ങളുടെ നന്ദി. ഭഗവാന് പ്രണാമം. മഹാരാജൻ, ഞങ്ങളെ പോകാൻ അനുവദിക്കണം. നേരത്തെ അങ്ങേക്ക് തന്ന വാക്കനുസരിച്ച് തന്നെ ഞങ്ങൾ ഇനി ഒരിക്കലും ഈ ഉദ്യാനത്തിൽ വരികയോ അങ്ങ് കാത്തു സൂക്ഷിക്കുന്ന ആ സ്വർഗീയ പുഷ്പങ്ങൾ കവരുകയോ ചെയ്യില്ല. ഞങ്ങൾ പൊയ്ക്കോട്ടെ. പൊയ്ക്കൊള്ളൂ, നല്ലത് ഭവിക്കട്ടെ. മുത്തശ്ശിയുടെ വ്രതശുദ്ധിയുള്ള മനസ്സ് വിദിശാ രാജ്യത്തിന് അനുഗ്രഹമായി. അവിടത്തേക്കും ദേശത്തിനും ഭഗവാൻ നാരായണൻ
എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. വരൂ മുത്തശ്ശി. ഏകാദശി വ്രതത്തിന് ശക്തി അപാരം തന്നെയല്ലേ? ആ അപ്സരസുകൾക്ക് പോലും കഴിയാത്ത കാര്യമല്ലേ അംബാലിക മുത്തശ്ശി ഏകാദശി വ്രതത്തിന്റെ ശക്തി കൊണ്ട് സാധിച്ചത്? ഏകാദശി വ്രതത്തിന് പിന്നെയും ഗുണങ്ങളുണ്ട്. നിരന്തരം ഏകാദശി വ്രതം നോക്കുന്ന ഒരാളെ യമദൂതന്മാർ സ്പർശിക്കില്ല എന്നു മാത്രമല്ല, അവർ നേരിട്ട് വൈകുണ്ഠത്തിലേക്ക് നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഏകാദശി വ്രതം ഇത്രയ്ക്ക് വിശിഷ്ടമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തായാലും അടുത്ത പക്ഷം മുതൽ ഞാൻ ഏകാദശി വ്രതം നോക്കും. ഞാനും ഏകാദശി വ്രതം എടുക്കും. പിതാവോ? നാമും വ്രതമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ നമ്മുടെ കുടുംബം മാത്രം വ്രതമെടുത്താൽ പോരാ. വിദിശയിലെ എല്ലാ ജനങ്ങളും ഏകാദശി വ്രതം അനുഷ്ഠിക്കണം. നാം അതിനുള്ള കൽപ്പന കൊടുക്കാൻ പോവുകയാണ്. ആരവിടെ? അടിയൻ. സജീവനെ കണ്ടറിയിക്കൂ നമ്മുടെ കൽപ്പന. അടിയൻ. വരുന്ന പക്ഷം മുതൽ വിദിശയിലെ ഓരോ പൗരനും ഏകാദശി വ്രതം അനുഷ്ഠിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിക്കാൻ പറയൂ. കൽപ്പന പോലെ മഹാരാജൻ. എല്ലാ പൗരന്മാരും ഏകാദശി വ്രതമെടുക്കുന്ന രാജ്യം അത് ഭൂമിയിൽ വിദിശ മാത്രമായിരിക്കും. ജയലക്ഷ്മി അവതരിപ്പിച്ചു